ഹലോ, എന്തെടുക്കുവാടോ? ഞാൻ ഇവിടെ കിടക്കുന്നു. ഉറക്കം മാത്രമേ ഉള്ളൂ? ഉറങ്ങിയെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, കിടക്കുക മീൻസ് നിനക്ക് ഉറക്കമല്ലേ? അല്ലല്ലോ, ഫോണിൽ കിടന്ന് കളിക്കാലോ. ആ, അങ്ങനെ. പിന്നെ അതിൻ്റെ അപ്പുറം ചിന്തിക്കാനൊന്നുമില്ലല്ലേ? വേറെ എന്ത് ചിന്തിക്കാനാ? അല്ലെങ്കിൽ ബാധ്യതയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതിന് എനിക്കിട്ടൊന്ന് ആക്കിയാന്നൊരു സംശയം. സംശയമൊന്നും വേണ്ട, ആക്കിയത് തന്നെയാണ്. കേൾക്കാൻ ആണോ? മനസ്സിലായിക്കൂടെ? ആ, എന്താണാവോ? വേറെ ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ല. പറ എന്തോ സങ്കടമുണ്ട് ഉള്ളിൽ. സങ്കടമൊന്നുമില്ല, എന്തോ പരിഭവം. കാണാത്തോണ്ടുള്ള ഒരു വിഷമം. അതെനിക്ക് തോന്നി. ഇത്ര നാളായില്ലേ? ആർക്കാരും തോന്നൂലേ? എനക്ക് തോന്നൂലേ? എനിക്ക് തോന്നിയിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ വരില്ലല്ലോ. അല്ല, എനക്ക് തോന്നത്തതില്ലേ? ഞാൻ എത്ര നാളായി പറയണം. ഞാൻ പറഞ്ഞ മടുത്ത്. മഴുത്താ? നീ കിടന്നെങ്കിൽ അതാ ചെയ്തോണ്ടിരിക്കണം. ചെയ്തോണ്ടിരിക്കുമല്ലോ, ചെയ്യുന്നതല്ലയോ ഉദ്ദേശിച്ചേ? അതെ, ഉദ്ദേശിക്കുന്നതേ പുറത്ത് പറയണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ ഞാൻ പറയണതൊക്കെ? എനക്ക് മനസ്സിലാവൂടോ, എൻ്റെ അത് പ്രശ്നമല്ല. മതി, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, വേറെ ആർക്കും മനസ്സിലാവണ്ട തന്നെ. മറ്റുള്ളവരോട് പറയുമ്പോഴും അവരോടും ഇങ്ങനെ പറയാൻ പറ്റും. അതെ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. അയ്യോ, പിന്നെ അവിടെ ദേഷ്യപ്പെട്ടിട്ട് കാര്യം ഉണ്ടാ? എന്നിട്ടെന്താ? വരാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാ? വരാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയത്തക്ക ഉദ്ദേശമൊന്നുമില്ല മനസ്സിൽ, എന്തെങ്കിലും ആയിട്ട്. പിന്നെ അങ്ങോട്ട് വരാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോയെന്നാണ് ഉദ്ദേശിച്ചത്? അതേലോ. അതോ വരാതിരിക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോയെന്നാണോ ഉദ്ദേശിച്ചത്? രണ്ടും ഉത്തരം പറഞ്ഞു. രണ്ടിനും ഉത്തരം പറയണം. രണ്ടിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞു. ആദ്യത്തേൻ്റെ ഉത്തരം ഞാൻ പറയുന്നുണ്ട്, എന്നാ പറ. രണ്ടാമത്തേൻ്റെ ഉത്തരം ഈ ആയിരുന്നു. അനക്ക് ഞാൻ പറയണൊന്നും പിടിയിട്ടില്ലല്ലേ? ഞാൻ പൊട്ടത്തിയല്ല. അതല്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഇപ്പൊ ചോദിച്ചത്. അങ്ങനെ ചോദിക്കുമ്പോ അങ്ങനെയൊക്കെ വരും. കളിയാക്കാൻ വന്നിരിക്കോ? ദുഷ്ടൻ. ദേഷ്യം വരുന്നുണ്ടാ? ഇല്ല. അങ്ങനെ പറയല്ലേ. നിങ്ങട്ട് മിണ്ടത്തില്ല അപ്പൊ. എടോ പെണ്ണിനല്ലേ, ചുമ്മാ ഞാൻ നോക്കിയത്. അല്ല കാക്കോയി, നിങ്ങള് വരണ്ട. അതെന്താടോ ഇപ്പൊ അങ്ങനെ പറഞ്ഞേ? നിങ്ങള് വരണ്ടെന്നേ, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട. ഒരു ദുഷ്ടനാ നോക്കിയേ. അത് വെറുതെ പറഞ്ഞതാ, എനിക്ക് പിന്നെ പോന്നോ. വരാനുള്ള ഫണ്ടൊക്കെ കയ്യിൽ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പിന്നെ പേടിക്കട്ടെ. എന്റെ കെട്ടിയൻ അയക്കുണ്ടല്ലോ, അതിൽ നിന്ന് അടിച്ചു മാറ്റിക്കോ. അടിച്ചു മാറ്റിക്കോ, ഇനി അയച്ചാലും അടിച്ചു മാറ്റൂ. ചിരിക്കല്ലേ ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് എളിച്ച് കാണിക്കണ്ട. ഞാനേ വരാൻ ഉദ്ദേശമൊന്നുമില്ല. ഇല്ലേ? അപ്പൊ ഞാൻ അവിടേക്ക് വന്നിട്ട് ബലമായി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടേരും. കൂട്ടിക്കൊണ്ടുവരുമോ? ഞാൻ വരുത്തും. ഉറപ്പാണ്? ഉറപ്പാണ്. എന്നാ പിന്നെ സാരമില്ല. അപ്പൊ പിന്നെ എനിക്കൊരു യാത്ര കുറഞ്ഞു കിട്ടുമല്ലോ. എന്ത്? നിങ്ങളിങ്ങോട്ട് വരുത്തില്ലേ? അതാടോ പറഞ്ഞേ, എനക്ക് അന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനുള്ള യാത്ര കുറഞ്ഞു കിട്ടുമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ. ഈ അനക്ക് മാത്രമേ ഇങ്ങനെ ഓരോന്ന് മനസ്സുദ്ദേശിക്കുന്ന കാര്യങ്ങൾ വേറെ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എനക്ക് പറഞ്ഞൂടെ? നിങ്ങൾക്ക് പറഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് എന്താ, എനക്ക് മലയാളമല്ലേ വ്യക്തമാവുന്നില്ലേ? അല്ല, പിന്നെ എനിക്ക് ദേഷ്യം വരും പെട്ടെന്ന്. അതെനിക്കറിയാം, ദേഷ്യം വരുമ്പോ ഫോൺ വെച്ചിട്ട് പോയി കിടന്നങ്ങ് ഉറങ്ങും. അങ്ങനെ ഇപ്പൊ സുഹിക്കണ്ട. കളിയാക്കാൻ വിളിച്ചതല്ല. പിന്നെന്തിനാണാവോ? അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാനിവിടെ തന്നെ ഉണ്ട്, എവിടേക്കും പോവില്ല. എവിടെയും പോകണ്ട, അവിടെ കിടന്ന് ഉറങ്ങിക്കോ.